ഹായ് ഫ്രണ്ട്സ്, അക്കുവിൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ അരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാനാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 30-35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ 3 കേക്കാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കരിക്കാണ്. ഞാനിവിടെ 3 കരിക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ വെള്ളവും പൾപ്പും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പൾപ്പ് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡോടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം നല്ലതുപോലെ സ്റ്റിഫായി വരുന്നത് വരെ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റിലോട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കരിക്കും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ കരിക്കിൻ്റെ ക്രീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കരിക്കും വെള്ളം ആഡ് ചെയ്യുക. കരിക്കും വെള്ളം ഞാനൊരു കുപ്പിയിലോട്ട് പകർത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീമും കരിക്കിൻ്റെ ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് ലെയർ കേക്ക് വയ്ക്കുക. അതിലേക്ക് കരിക്കും വെള്ളം ആഡ് ചെയ്യുക. ഇനി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീം നന്നായിട്ട് എല്ലായിടത്തു നിന്ന് പറ്റി കൊടുക്കുക. കുറച്ച് ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് വീട്ടിൽ തന്നെ മുറിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒത്തിരി പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ക്രീം ഒത്തിരി കൂടിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറച്ച് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എല്ലായിടത്തും ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് പേരെഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളേഴ്സൊന്നും ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്രീമിൽ ആ കളറൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ക്രീം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് മാറ്റിയിട്ട് ഇത് വെച്ചിട്ടാണ് പേരെഴുതുന്നത്. ഇത് വെച്ചിട്ട് പേരെഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചെറുതായിട്ട് HBD അക്കുന്ന് എഴുതി നിർത്തി. വേറെ അഡീഷണൽ ക്രീമൊന്നും യൂസ് ചെയ്യാതെ ആ ക്രീം വെച്ചിട്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷനും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് അക്കുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത 3 കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്